പിന്നെ ഞങ്ങളുടെ പുതിയകാവ് ദേവീക്ഷേത്രത്തിലൊരിക്കൽ ശശപ്പൻ്റെ കൂട്ടുകാരൻ അവിടെ അമ്പലത്തിൽ ഇടയ്ക്ക് ഞെട്ടി ഉണർന്നപ്പം നല്ല വെളിച്ചം, നേരം വെളുത്തു പോയെന്ന് വിചാരിച്ച് പുള്ളി വേഗം പോയി ശംഖ് ഊതി. ശംഖ് ഊതാനിങ്ങനെ വായിലോട്ട് വയ്ക്കുമ്പോഴേ കവിളിന് എന്തോ ഒരു അടി കിട്ടിയ പോലെ. അപ്പോൾ ഒരടി കിട്ടിയ ഓർമ്മയുള്ളൂ. പുള്ളി അങ്ങ് ബോധം കെട്ട് അവിടെ വീണു. കുറേ നേരം കഴിഞ്ഞ് വേറൊരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. ആ പുള്ളി വന്ന് നോക്കുമ്പോൾ ഇവിടെ കിടപ്പുണ്ട്. ദേവി ആയിരിക്കില്ല, കാവൽക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നോക്കുമ്പം 2 മണിയായിട്ടുള്ളൂ. 2 മണിക്കൊന്നും ശംഖ് ഊതാൻ പാടില്ലല്ലോ. ഭയങ്കര പവറുള്ള ദേവിയാണ് പുതിയകാവിലമ്മ. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. എൻ്റെ നാട്, അച്ഛൻ്റെ നാട് കോട്ടയം കുമരകമാണ്. അമ്മയുടെ നാട് കൂത്താട്ടുകുളമാണ്. 2ഇടത്തും ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. തീരെ ചെറുതിലെ ഞങ്ങൾ കോട്ടയത്ത് കുമരകത്താണ് താമസിച്ചിരുന്നത്. ഞങ്ങളുടെ അച്ഛൻ്റെ കസിൻസ് സഹോദരങ്ങളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ വീട് വെച്ച് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പിള്ളേർ ഒരുപാട് കുട്ടികളുണ്ട്, കളിക്കാനും ഓടി നടക്കാനും. കുറേ പറമ്പുകളും സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വല്യച്ഛൻ്റെ വീട്ടിൽ 5 മക്കളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 6 മക്കൾ. വേറെ വല്യച്ഛൻ്റെ വീട്ടിലും ഉണ്ട് 6 മക്കൾ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, വലിയ വഴക്കൊന്നുമില്ലാതെ കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരായിരുന്നു ഞങ്ങൾ. നല്ല രസമായിരുന്നു അന്നത്തെ കാലം. പിന്നെ എനിക്കൊരു 5.5-6 വയസ്സായപ്പം അച്ഛൻ പോയി. അച്ഛന് ക്യാൻസറായിരുന്നു അസുഖം. എങ്കിലും അച്ഛനുള്ളത്രയും കാലം നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മയുണ്ട്. അമ്മയാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ ചെറിയ പിള്ളേരായിരുന്നു. ഞങ്ങൾക്ക് ഓണമൊക്കെ ആകുമ്പോൾ നല്ല രസമായിരുന്നു. ഓണത്തിന് എല്ലാ പോലെയൊന്നുമല്ല, ഇപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചെറുതിലെ ഇങ്ങനെ തുമ്പയൊക്കെ വെച്ച് കണ്ണൊക്കെ പൊത്തി നല്ല രസമായ ഒരു കളിയൊക്കെ. ഞങ്ങളുടെ പറമ്പിലൊന്നും കാടൊന്നുമില്ല, ഞങ്ങൾ ഓടിക്കളിക്കുന്നതുകൊണ്ടായിരിക്കും. കൂവയൊക്കെ ഉള്ളൂ, ഒരു പാമ്പോ അങ്ങനത്തെ ഒന്നുമില്ല. കുമരകം എന്ന് പറയുമ്പോൾ നമുക്ക് കടൽ വെള്ളം കയറുന്നതുകൊണ്ടായിരിക്കും പാമ്പുകൾ കടിപ്പാമ്പല്ല, വിഷപ്പാമ്പൊന്നുമില്ലായിരുന്നു. നീർക്കോലിയൊക്കെ കാണുള്ളൂ. നല്ല രസമുള്ള നാടായിരുന്നു. താഴെ പുല്ല്. അപ്പോൾ ഞങ്ങൾക്ക് ഓടിക്കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങളുടെ വല്യച്ഛൻ്റെ ഒരു മോനുമായിരുന്നു, ഇളയ മോനുമായിരുന്നു കൂട്ട്. ഞങ്ങൾ ഒരേ പ്രായം, 6 മാസം ഒരു വയസ്സ് വ്യത്യാസത്തിൽ. ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് സ്കൂളിൽ പോവുക. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ലൈഫ്. പിന്നെ കുറച്ച് നാൾ എൻ്റെ അച്ഛൻ പോയതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മ വീട്ടിൽ പോയി താമസിച്ചു. എന്നെ അമ്മ വീട്ടിലാക്കി. ഞങ്ങളുടെ അമ്മ വീട്ടിൽ അമ്മയുടെ ആങ്ങളയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സ്കൂളിൽ ചേർത്തു. 10ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി ആയപ്പോൾ തിരിച്ചു എൻ്റെ വീട്ടിലോട്ട്, എൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് തന്നെ പോന്നു. ഞങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ലാതായി. അച്ഛൻ മരിച്ച് 10 വർഷത്തിന് ശേഷം അമ്മയും പോയി. പിന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് ഞങ്ങളുടെ ആങ്ങളയായിരുന്നു. ആങ്ങളെ ബോംബെയിലായിരുന്നു, ബോംബെയിൽ ജോലിയൊക്കെ ആയിട്ട് ബോംബെയിലായിരുന്നു. പിന്നെ ഞങ്ങളുടെ മൂത്ത ചേച്ചിയെ കല്യാണം കഴിച്ചു കൊടുത്തു. 2ാമത്തെ ചേച്ചിയായിരുന്നു ഞങ്ങൾക്ക് അമ്മയുടെ സ്ഥാനം. ചേച്ചി ഞങ്ങളെ പുള്ളിക്കാരിയെ കൊണ്ടാവും വിധം, പുള്ളി കോളേജിൽ പഠിക്കുന്നേ ഉള്ളൂ, 10-20 വയസ്സല്ലേ ഉള്ളൂ, ആവും വിധം നന്നായിട്ട് തന്നെയാണ് നോക്കിയത്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു അമ്പലമുണ്ട്. വർഷത്തിലൊരിക്കൽ അവിടെ പൂജയുണ്ട്. അത് നല്ലൊരു ഓർമ്മയാണ്. ഞങ്ങൾക്ക് ആ ഈശ്വരന്മാരോട് ഭയങ്കര ഒരു ഇഷ്ടവും ഭക്തിയുണ്ട്. എൻ്റെ വീടിൻ്റെ അറയ്ക്കകത്തുണ്ട് ദേവി. അപ്പോൾ ഞങ്ങളൊരു ഭയങ്കര ഭക്തിമാർഗം തന്നെയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകും. ഉത്സവത്തിന് അതൊരു രസമുള്ള സമയമാണ്. പിന്നെ വൃശ്ചികവ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞങ്ങളുടെ അപ്പുറത്തെ വല്യച്ഛൻ്റെ മോനും ഞാനും അനിയത്തിയും കൂടെ വെളുപ്പിന് എഴുന്നേറ്റ് 3 മണിക്ക് എഴുന്നേറ്റ് കുളിക്കും കഴിഞ്ഞ് 4 മണിക്ക് അവിടെ നട തുറക്കുമ്പോൾ നിർമ്മാല്യം തൊഴാൻ പോകും. അതൊക്കെ ഒരു കാലം തന്നെയാണ്. പിന്നെ വല്യച്ഛൻ്റെ മോൻ കുളിച്ചേച്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് അവരുടെ വീട്ടിൽ മിറ്റടിക്കുന്ന വല്യച്ഛൻ്റെ മോനാണ്. ഒച്ച കേൾക്കാം, വെള്ളത്തിലോട്ട്, അവിടെ കുളമുണ്ട്, വെള്ളത്തിലോട്ട് ചാടുന്ന ഒച്ച കേൾക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തെക്കേറ്റത്ത് വന്ന് നിൽക്കും, തെക്കോർത്ത് വന്ന് നിൽക്കും. അല്ലെങ്കിൽ പുള്ളി അങ്ങ് പോയി കളയും. പുള്ളി വേഗം തുടച്ചേച്ച് പോകും.
അപ്പം ഞങ്ങളെയും കൂട്ടിക്കൂട്ടി പോകത്തുള്ളൂ. ഞങ്ങളപ്പോഴത്തേക്ക് ഓടി വരും. ഇന്നത്തെ പോലെ ചൂടില്ല, അന്ന് ഭയങ്കര തണുപ്പാണ്. മിറ്റമൊക്കെ അടിച്ചിട്ടേ ഞങ്ങൾ കുളിക്കത്തുള്ളൂ, എന്നാലേ ഇച്ചിരി വിയർക്കത്തുള്ളൂ. ഭയങ്കര തണുപ്പുള്ള കാലമല്ലേ. വൃശ്ചികം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് സിനിമ അന്ന് ഒരു തിയേറ്റർ ഉണ്ട്, അത് വിഷുവിന് വിഷു കൈനീട്ടം കെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ പൈസ കൂട്ടി വെച്ചുള്ള സിനിമ കാണലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കുമരകത്ത് വള്ളംകളിയുണ്ട്, അത് വലിയൊരാഘോഷം തന്നെയാണ്. കുമരകത്ത് തോട്ടിൽ ഒരു വലിയ വള്ളംകളി ചതയത്തിൻ്റെ അന്നാണ്. എൻ്റെ കല്യാണത്തിന് ശേഷവും കുറേ കാലം ചതയം ഓണം കഴിഞ്ഞ് ഞാൻ പോകത്തില്ലായിരുന്നു. അവിടെയെങ്ങും അടുക്കാൻ മേല, അതുപോലെ വാഹനങ്ങളും ഉണ്ടാവത്തില്ല. നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോയാൽ തന്നെ തിരക്കായിരിക്കും. ഇപ്പം തോടൊക്കെ ചെറുതായിപ്പോയി. ഓണം ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് അച്ഛൻ മരിച്ചതിന് ശേഷം അങ്ങനെ തിരുവോണം ഉണ്ടായിരുന്നില്ല. ഓണപ്പൂ ഇടുവല്ലായിരുന്നു. പിന്നെ വലിയച്ഛൻ്റെ വീട്ടിൽ ഓണപ്പൂവൊക്കെ ഇടും. പിന്നെ അവിടെ 5 ആൺപിള്ളേരാണ്. വല്യമ്മ തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. പിന്നെ ഇളയ മോൻ ശശപ്പനാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ചു കാലം അമ്മ വീട്ടിൽ താമസിച്ചല്ലോ. അവിടെ ഭയങ്കര വിശേഷമായിരുന്നു ഓണം. അവിടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 പടിയുടെ മുകളിലാണ് വീട്, വലിയ വീടായിരുന്നു. അപ്പോൾ ഈ പടി മുതലേ അങ്ങ് താഴെ മുതലേ ഇങ്ങനെ കോലം വരച്ച് അമ്മൂമ്മയ്ക്കത് ഭയങ്കര പ്രധാനമാണ്. എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് തരും. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു തോർത്തുമുണ്ടായിരിക്കും. അന്നത്തെ കാലത്ത് അമ്മൂമ്മയ്ക്ക് അതേ എടുക്കാനറിയുള്ളൂ. അങ്ങനെ ഡ്രസ്സ് തയ്പ്പിക്കണം എന്നറിയത്തില്ല. അമ്മൂമ്മ എന്തോ ഒരു മന്മൽ തുണിയൊക്കെ മേടിക്കും. ഇപ്പോഴെനിക്കറിയത്തില്ല എന്നാന്ന്. ഖാദിക്കടയിൽ നിന്ന് കണ്ടത് അമ്മൂമ്മ മേടിക്കുന്നത്. എല്ലാവർക്കും ഓരോ മുണ്ടാണേലും മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. ഞങ്ങൾ കൊച്ചു പിള്ളേരായതുകൊണ്ട് ഞങ്ങൾക്ക് മുണ്ട് മതിയായിരുന്നു. വലിയവർക്കൊക്കെ എന്താ അമ്മായിക്കൊക്കെ എന്താ മേടിച്ചു കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മ, സാരിയാന്ന് തോന്നുന്നു. അപ്പം അമ്മമ്മ ഇങ്ങനെ കോലമൊക്കെ വരച്ച് വെളുപ്പിനെ 4 മണിക്ക് തുടങ്ങും. പിന്നെ കുരുത്തോല അരിഞ്ഞ് എന്താണ് അടയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഒന്ന് കുരുത്തോല തെങ്ങിൻ്റെ ഈ കുരുത്തോലയുടെ ആ ഇളം സാധനമില്ലേ, അത് വെച്ച് എന്തോ അടയായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അതിന് തീരെ ഓലയുടെ ഏറ്റവും ചെറിയ സാധനമില്ലേ, അതുപോലത്തെ എങ്ങാണ്ട് വെച്ചായിരുന്നു അടയുണ്ടാക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര രുചിയായിരുന്നു അമ്മായിമാരാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതൊക്കെ വലിയൊരാഘോഷമായിരുന്നു. ഇങ്ങനെ ഓണത്തപ്പനെ 3 എണ്ണത്തിൽ കുറേ എണ്ണം വെച്ച് അതിന് ചതയത്തിൻ്റെ അന്ന് ചതയ്ക്കുന്നതും ഒക്കെ, അങ്ങനെ കുറച്ച് ആഘോഷം. കുറച്ച് കാലം ഞാൻ അമ്മ വീട്ടിൽ താമസിച്ചുകൊണ്ട് അവിടെ പാടവും പറമ്പും ഒക്കെ ഉണ്ട്. അവിടെ എനിക്ക് അമ്മമ്മ ചിലപ്പം 10 പേരെ ഞാറ് നടാൻ നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ കോർണർ ബാക്കി വരും. അങ്ങനെ ഞാറ് നടാൻ അമ്മമ്മ ഞാറ് നടുന്നതുകൊണ്ട് ഞാനും ഞാറ് നടുമായിരുന്നു. ഞാനും എൻ്റെ അമ്മാവൻ്റെ ഒരു മൂത്ത മോളുണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ അതിനും പോകുമായിരുന്നു. അതിന് പോകുമെന്ന് പറഞ്ഞാൽ ആ ഒരു കോർണർ രാവിലെ നേരം വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് അത് ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ കൊച്ചു എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കൊച്ചു പണിയുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ പറമ്പ് മുഴുവനും അവിടെ കുറേ പറമ്പുകളുണ്ട്, വേറെ സ്ഥലങ്ങളിലാണ്. കപ്പയുണ്ട്, കാച്ചിൽ. കിഴക്കനാടായതുകൊണ്ട് ഇതെല്ലാം കുമരകത്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇതൊക്കെ തേങ്ങ ഇഷ്ടം പോലെയുണ്ട്. പറമ്പുകളിൽ അമ്മൂമ്മ പറമ്പിൽ പോയി തേങ്ങ ഇടിക്കാൻ അമ്മൂമ്മയ്ക്ക് രാവിലത്തെയും ഉച്ചക്കലത്തെയും വൈകിട്ടത്തെ ചായ വരെ വീട്ടിൽ നിന്നാണ് കൊണ്ടുകൊണ്ടിരുന്നത്. അതൊരു നടപ്പായിരുന്നു, ജോലിയായിരുന്നു ഞങ്ങൾക്കത്. കുറേ ദൂരമുണ്ട്. പിന്നെ തേങ്ങ പെറുക്കി കൂട്ടാനും അത് തേങ്ങാക്കാരനൊക്കെ അമ്മമ്മ കൊടുത്തോളും. എല്ലാവരും ജോലിക്കാരുണ്ടായിരുന്നു. ഈ കുമരകത്തെ ലൈഫായിരുന്നില്ല അവിടെ കുറേ ഭയങ്കര കുമരകത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റിലേറ്റീവ്സാണ് മുഴുവനും. അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീട്ടിൽ മാത്രമേ ഉള്ളൂ അമ്മാവനും അമ്മാവൻ്റെ ഭാര്യമാരും. അച്ഛൻ്റെ വീട്ടിൽ അപ്പുറത്ത് വീടുകളുണ്ട്. അതെല്ലാം ഞങ്ങളുടെ അച്ഛൻ്റെ സഹോദരങ്ങളും മക്കളുമായിരുന്നു. പിന്നെ ഉള്ളത് വല്ലപ്പോഴും ഞങ്ങൾ കോട്ടയത്തൊക്കെ പോയി ഒരു കോളേജൊക്കെ ആയി കഴിയുമ്പോൾ വളരെ റെയറായിട്ട് ഒരു സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഓർക്കാൻ പ്രധാനമായിട്ട് മോഹൻലാലിൻ്റെ TP ബാലഗോപാലിൻ്റെ അമ്മയോ അങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ടുണ്ട്. കൂട്ടുകാരുടെ കൂടെ പോയി അതാണ് ഞാൻ ആകെ കൂട്ടുകാരുടെ കൂടെ പോയി കണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയാം. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനും അനിയത്തിയും ചേച്ചിമാരുടെ കല്യാണത്തിൽ അത് കഴിഞ്ഞ് മീന ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാനും അനിയത്തിയായിരുന്നു കൂട്ടം. ഈ പറഞ്ഞ പോലെ ശശപ്പനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശശപ്പാന്ന് വിളിച്ചാൽ ഓടി വരും. പിന്നെ ഞങ്ങൾക്ക് വേറൊരു കൂട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ സ്വന്തത്തിൽ തന്നെയുള്ള ഉണ്ണി.
ഉണ്ണി 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുള്ളി പട്ടാളത്തിൽ പോയി. പുള്ളി അവരുടെ സ്വന്തക്കാർ ഗ്രഫോ അങ്ങനെ എന്തോ ഇതിലുണ്ടായിരുന്നു, അതിൽ പോയി. ഞാൻ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞൊരു ഫാർമസി കോഴ്സിന് പോയി. അതിൻ്റെ കൂടെ ടൈപ്പ് റൈറ്റിങ് പഠിക്കുന്നുണ്ടായിരുന്നു. അത് ഹൈ സ്പീഡ് വരെ പോയതാണ് കേട്ടോ. അത് രസമായിരുന്നു. മിക്കവാറും പോകാറില്ല. ടീച്ചർ ഞങ്ങളുടെ തോട്ടും കറവി വന്ന് വിളിക്കും പരീക്ഷയാകുമ്പോൾ. അപ്പോഴേ പോകാൻ സമയം കിട്ടുകയുള്ളൂ. ഞാൻ ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കുട്ടികളെ. അങ്ങനെ ഇങ്ങനെ ഏത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്ക്. വർഷത്തിലൊരിക്കൽ ആങ്ങള വരും. അതൊക്കെ വലിയൊരു ആഘോഷമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ദൂരയാത്രയോ അങ്ങനെ വേറെ ഒരു ഇതൊന്നുമില്ല. ഞങ്ങളുടെ ആ ചുറ്റുവട്ടത്ത് അതിൻ്റെ അകത്തുള്ള ജീവിതമായിരുന്നു. പിന്നെ ഞങ്ങളുടെ അമ്മ വീട്ടിൽ കുറേ സ്ഥലം കിടപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് 2 മാസം കൂടുമ്പോൾ പറമ്പിൽ പോവും, അമ്മൂമ്മയെ കാണാൻ പോകും, പറമ്പിൽ പോവും, തേങ്ങയൊക്കെ ഇടും. കൃഷി, കപ്പ അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 മാസത്തിലൊരിക്കൽ അവിടെ പോകും. അവിടെ ഇട്ട് തന്നെ തേങ്ങയൊക്കെ കൊടുത്തിട്ട് പോരും ഞങ്ങൾ. വല്ലപ്പോഴും ഇത്തിരി കപ്പയൊക്കെ കൊണ്ടുവരുന്നുള്ളതേ ഉള്ളൂ. അമ്മൂമ്മയുടെ അവിടുത്തെ ഒരു ജോലിക്കാരനെ കൊണ്ട് കപ്പയും കാച്ചിൽ അതുപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുതരും. പിന്നെ അമ്മൂമ്മ ഇടയ്ക്ക് ഞങ്ങളുടെ കൂടെ എൻ്റെയും ജയയുടെയും കൂടെ വന്ന് നിൽക്കുമായിരുന്നു. അതും ഞങ്ങൾക്കൊരു സന്തോഷമുള്ള സമയമായിരുന്നു.